ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ കൊട്ടപ്പം ചുടാൻ പോകുന്നു. ഇതുപോലെ കൊട്ടപ്പം ചുടാം, ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റായ കൊട്ടപ്പം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ടും ചെയ്യണേ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അര കിലോ മൈദക്ക് 6 മുട്ട, കിലോ മൈദയും 6 മുട്ടയും പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര നല്ലപോലെ മിക്സിയിൽ പൊടിക്കണം. ഉപ്പിടണം. എന്നിട്ട് മൈദ ഇട്ടിട്ട് 6 മുട്ട പൊട്ടിച്ച് വയ്ക്കണം. പൊട്ടിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇടണേ. പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ പഞ്ചസാര ഇട്ട് ഉപ്പിട്ട്, വേറെ ഒന്നും ചേർക്കാനില്ല. ഉപ്പ്, പഞ്ചസാര, മൈദ, മുട്ട, അത്രേ ഉള്ളൂ. 6 മുട്ട വയ്ക്കണം. 1 കിലോ മൈദക്ക് 6 മുട്ട, 1 കിലോ മൈദക്ക് 12 മുട്ട, പിന്നെ പൊടിച്ച പഞ്ചസാര. അത്ര ഇട്ടിട്ട് നല്ലപോലെ മാവ് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. കുറച്ച് വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ പഞ്ചസാര നല്ല പൊടിച്ചിട്ട് പഞ്ചസാരയും ചേർക്കണം. ഇത് നല്ലപോലെ കുഴക്കണം. ഞാൻ ചല്ല ഇതുപോലാണോ കുഴച്ചിട്ട്? ഇതുപോലാകുമ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ നല്ല ഉരുളായിട്ട് മൈദ അതിൻ്റെ മുളക്കും താഴേക്കും വിതറിയിട്ട് നല്ലപോലെ പരത്തണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നില്ല, അതുപോലെ ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ നമ്മളൊരു കുപ്പിയുടെ മൂട് കൊണ്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. ഒരു കൊട്ടൻ്റെ രൂപം വന്ന് ഇതുപോലെ എല്ലാത്തിനും മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതുപോലെ അന്ന് മുറിച്ചെടുത്തിട്ടാകുമ്പോൾ ഫുള്ളായിട്ട് എല്ലാം ഒരുമിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എല്ലാം ഒരുമിച്ചിട്ട് വെക്കണം. ഇതുപോലെ ഫുള്ളെല്ലാം ഒരുമിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം എണ്ണ അടുപ്പത്ത് ചട്ടി വെക്കണം. ചട്ടി വെച്ച് വിടാതിന് ശേഷം എണ്ണ വയ്ക്കണം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നല്ലപോലെ ചൂടാണ് എണ്ണ. ഇത് ഓരോന്നല്ല, ഇങ്ങനെ പിടിവാരിത്ത് ഇടണം. ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മുദ്ദാവോ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഇതാവില്ല. ഞാൻ കുറേ ഇടുമ്പോൾ കുറേ ഇടണം, പെട്ടെന്ന് എടുക്കും. നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരട്ടെ.
എന്നിട്ട് ഇതുപോലെ ആകുമ്പോൾ എല്ലാം കോരി എടുക്കണം. ഇതുപോലെ ആകുമ്പോൾ എല്ലാം കോരി എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടണം. ഇതുപോലെ ആവും. നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു എല്ലാം ഉണ്ടാക്കിയിട്ടായി. ഇനി ചൂട് ആറിയതിന് ശേഷം അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. മഴക്കാലത്തെല്ലാം നല്ല ടേസ്റ്റാണ് ചായക്കൊക്കെ. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ബൗളിലാക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് വരും. നമുക്ക് കടയിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സ്നാക്കായിട്ട് ഉപയോഗിക്കുക, പിള്ളേർക്ക് കൊടുക്കുക. അതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കുറേ ദിവസത്തേക്ക് വരും ചെയ്യും. പിള്ളേർക്കൊക്കെ നമുക്ക് ഇന്നെത്തിരി കൊടുക്കാമല്ലോ. പീടികയിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.